മക്കളെ വരിയും കളി ക്രിസ്റ്റലിൽ ഇന്ന് മാങ്ങ അച്ചാറാണ് ഇടാൻ പോണത്. ഒരു 5 മാങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എളുപ്പത്തിനുണ്ടാക്കാം. ഇപ്പം മാങ്ങ സീസണല്ലേ, അപ്പം നമുക്ക് ഇതേപോലെ ഒരു അച്ചാർ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ നിങ്ങളെ കാണിക്കുകയാണ്. എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. മക്കളെ ഇത് നല്ല വൃത്തിയൊന്ന് ഒരു 3 വെള്ളം നല്ല വൃത്തിയെ കഴുകി ഇതിൻ്റെ മൂടെല്ലാം കളഞ്ഞ് നല്ല പുളിപ്പുള്ള ഒരു മാങ്ങയാണ്. പുളിപ്പുള്ള മാങ്ങ തന്നെ നിങ്ങൾ എടുക്കണം. എനിക്കുള്ള മാങ്ങ ഇത് നല്ല പുളിപ്പുണ്ട്. ചതക്കട്ടിയുള്ള മാങ്ങയാണ് ഏറ്റവും നല്ലത് അച്ചാറിന്. ഇത് ചതക്കട്ടി ഇത്തിരി കുറവുള്ള മാങ്ങയാണ് എനിക്കുള്ളത്. ഈ കുഴപ്പമില്ല, നമുക്ക് ഇതിലും ഇടാം അച്ചാർ. അപ്പോൾ ഇത് വെള്ളം ഈർപ്പായിരിക്കാൻ പാടില്ല. നല്ല ഞാൻ കഴുകിയിട്ട് ഒരു ഉണക്ക തുണി വെച്ച് നല്ലവണ്ണം നല്ല കോട്ടൻ്റെ തുണി വെച്ച് നല്ല തുടച്ചെടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഈർപ്പായിരുന്ന അച്ചാർ പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ ഇത് ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതൊരു 1/2 കിലോ മാങ്ങ ഉണ്ടാവും. ഇത് അത്യാവശ്യം വലുതായിട്ട് അരിഞ്ഞിടണം, തീരെ ചെറുതായിട്ടല്ല. ഇതത്ര ചതക്കട്ടി ഇത്തിരി കുറഞ്ഞ ഉള്ള മാങ്ങയാണിത്. എല്ലാத்தைയും ഇതേപോലെ കഷ്ണാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചാറിന് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കാം. ഇത് 2ആക്കി ഇങ്ങനെ എടുത്ത് ഇതിന് ഈ ഒരു കഷ്ണം കണക്കാക്കി ഇടാം. ഇതേപോലെ എല്ലാത്തിനെയും നമുക്ക് അരിഞ്ഞെടുക്കാം. 3 പച്ചമുളക് കഴുകി അതും നല്ല തുണിയിൽ തുടച്ചെടുത്തിട്ടുണ്ട്. ഉണങ്ങിയിരിക്കണം. അതും ഇതേപോലെ ഈർപ്പമില്ലാതെ അതും ഇതിലോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇത് എൻ്റെ രീതിയിൽ വയ്ക്കുന്ന മാങ്ങ അച്ചാറാണ് മക്കളെ. മാങ്ങയുടെ പുളിപ്പനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പെടുത്തിട്ടുണ്ട്. പുളിപ്പനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കും. 2 സ്പൂൺ കണക്കാക്കി ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് നമുക്കൊരു സ്പൂൺ വെച്ച് തന്നെ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. 1 മണിക്കൂറെങ്കിലും ഇത് ഇരിക്കണം. അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഇരിക്കണം. ഇത് ഉടൻ ചെയ്യണ ഒരു മാങ്ങ അച്ചാറാണ്. അല്ലെങ്കിൽ തലേ ദിവസം നമ്മൾ രാത്രി വൈകുന്നേരം എല്ലാം അരിഞ്ഞ് വെച്ചിട്ട് രാവിലെ വേണമെങ്കിൽ ഇത് ചെയ്യാം. അങ്ങനെയും ചെയ്യാം. ഞാൻ പെട്ടെന്ന് അരിഞ്ഞുണ്ടാക്കണ അച്ചാറാണ്. ഉപ്പൊക്കെ പച്ചമുളകൊക്കെ ഇട്ട് നല്ലവണ്ണം ഇതാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പാണ് ഇടേണ്ടത്. ഇത് മാങ്ങ അച്ചാറിന് നിങ്ങൾ കിട്ടുമെങ്കിൽ പൊടിയും കല്ലുപ്പാണ് നല്ലത്. അതേപോലെ അലുമിനിയം പാത്രത്തിൽ മാങ്ങ അച്ചാർ ഇട്ട് വയ്ക്കരുത്. മൺചട്ടിയിലോ ഇല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ പിഞ്ഞാണ പാത്രങ്ങളിൽ കുപ്പി പിഞ്ഞാണം പോലത്തെ പാത്രങ്ങളിലോ മാങ്ങ അച്ചാർ ഇട്ട് വയ്ക്കും മക്കളെ. അപ്പം ഞാൻ ഒരു ചെറിയ മൺചട്ടിയാണ്, ഇതിലാണ് ഇട്ട് വയ്ക്കുന്നത്. അത് കഴുകി ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തത് ഈർപ്പമില്ലാത്ത ചട്ടിയാണ്. ഇതിലിടണം. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം. ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് എല്ലാം ഈ മൺചട്ടിയിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ ഇരിക്കട്ട്. 1 മണിക്കൂർ കഴിഞ്ഞ് തന്നെ ഞാൻ ഇത് അച്ചാറിടാൻ പോണത്. അടച്ച് വെച്ച് കൊടുക്കാം. 1 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം മാങ്ങ അച്ചാറിന്. 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. പക്ഷേ സ്പൂണെന്ന് പറഞ്ഞാൽ ടീസ്പൂണാണ്, ചെറിയ ടീസ്പൂണിന്. കടുകും അതേപോലെ ഇട്ട് കൊടുക്കും. ഇതൊന്ന് പൊട്ടി വരണം. കടുകും ഉലുവയും പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇറക്കി വയ്ക്കണം. തണുത്തതിന് ശേഷം ഇത് പൊടിച്ചെടുക്കാം. ഇടിയെല്ലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കടുവും. മക്കളെ, നമ്മളെ മാങ്ങയെ നോക്കാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതായത് വെള്ളമെല്ലാം ഊറിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോഴേ അറിയണം. ഉപ്പൊക്കെ അലിഞ്ഞിട്ടുണ്ട് നല്ല. ഇനി ഇത് നമുക്ക് ഇത്തിരി ഇളക്കാം. ഇത് ചെറിയ ചട്ടിയാണ്. ഇത് ഇത്തിരി ഇളക്കാം. മസാലയൊക്കെ മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ ഇത്തിരി ഇളക്കാനൊക്കെ പാടാണ്. ഞാൻ വേറൊരു ചട്ടിയിലോട്ട് വെയിലത്ത് ഉണക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരിത്തിരി വലിയ ചട്ടി അതിലോട്ട് ഇതിടണം. നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൽ
ഒരു 4 സ്പൂണ് എരിമുളകും പിരിയമുളകും കൂടെ പൊടിച്ച മുളകാണ്. 4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. 1 സ്പൂണ് ഉലുവയും കടുകും കൂടെ പൊടിച്ചത്, അത് 2 സ്പൂൺ ഇട്ടിട്ടുണ്ട് പൊടിച്ച പൊടിയായിട്ട്. കായപ്പൊടി അളവ് ഒരു 1.5 ടീസ്പൂൺ കണക്കാക്കി ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. നല്ല മിക്സാക്കിയിട്ടുണ്ട്. ഇതാ മുളക് പൊടിയൊക്കെ ഇട്ട് കായപ്പൊടി കുരുവപ്പൊടി കടുവ് എല്ലാം കൂടെ വറുത്ത് പൊടിച്ചതും വറ്റൽ മുളക് നമ്മൾ പൊടി പച്ച ഇതിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് നല്ലെണ്ണ ചൂടാക്കി ഒഴിക്കേണ്ടിയിരിക്കണം. ഇത് ഇവിടെ ഇരിക്കിട്ട് നല്ലെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. അതിന് വേണ്ടി നമ്മളൊരു ചെറിയൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നല്ലെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ് അച്ചാറിന് നല്ലത്. അതാകുമ്പോൾ കേടാവാതെ ഇരിക്കും. പിന്നെ പെട്ടെന്ന് അച്ചാർ തീരണമെങ്കിൽ വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ചെയ്യാം. പിന്നെ നല്ലെണ്ണ അതിൽ ഒഴിച്ചു കൊടുക്കണം. എണ്ണ കുറച്ച് കൂടുതൽ ഇരിക്കണം. അത് 50 ഗ്രാമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുകും ഉലുവയും പൊട്ടുന്നു. പിന്നെ നമുക്കിതിലോട്ട് 2 ഉണക്ക വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. ഗ്യാസ് ഓഫ് ചെയ്യാം. ചൂടോടുകൂടി ഇതിൽ വച്ചിരിക്കണ മാങ്ങ അച്ചാർ പുരട്ടി വെച്ചേക്കണം, മസാല എല്ലാം പുരട്ടി വെച്ചേക്കണം, ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പച്ച സ്മെല്ല് ഉണ്ടാവില്ല മുളക് പൊടിയിൽ. നല്ല ഒന്ന് കുഴച്ച് കൊടുക്കും. നല്ലൊരു ടേസ്റ്റായിട്ടുള്ള പെട്ടെന്ന് ചെയ്യാം. 1/2 മണിക്കൂർ നമുക്ക് ഉപ്പിലിട്ട് വെച്ചിട്ട് ഇത് ഓട്ടം ചെയ്യാം. ഈ സദ്യയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ ഇത് പറ്റിയ ഒരു മാങ്ങ അച്ചാറാണ്. മാങ്ങ അച്ചാർ പല വിധത്തിലും ഇടും. ഇനി എളുപ്പത്തിനിടുന്നത് ഇനിയും വേറെയും 2-3 സൈസിൽ ഞാൻ ഇടും മാങ്ങ അച്ചാർ. ഞാൻ ഒന്നൊന്നാ കാണിച്ചു തരാം. ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് നമുക്കിത് ഇഷ്ടത്തിന് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിടാം. അപ്പോൾ ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഈ മാങ്ങ അച്ചാർ ഇപ്പോൾ ഈ രീതിയിൽ ഞാൻ ഇട്ടിട്ടുള്ള മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം വേണമെങ്കിൽ ഉപ്പിൻ്റെ പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ എനിക്ക് ഉപ്പെല്ലാം കറക്റ്റായിരുന്നു ഞാൻ ഇട്ട ഉപ്പ്. മാങ്ങയുടെ പുളിപ്പ് അനുസരിച്ച് നിങ്ങൾ ഉപ്പിട്ടോളി. ഉപ്പൊക്കെ നമ്മൾ മസാല ഇടുന്നതിന് മുമ്പേയൊക്കെ നോക്കിക്കൊള്ളണം. മസാലയൊക്കെ ഇട്ടതിന് ശേഷമായിരുന്നാലും നോക്കിയാലും കുഴപ്പമില്ല. അത് വേണമെങ്കിൽ അപ്പോൾ വേണമെങ്കിൽ ഉപ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ടുള്ള മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ആദ്യം എടുത്തു വെച്ചിരുന്ന ചട്ടിയിലോട്ട് തന്നെ നമുക്കത് ഒഴിക്കാം. ഇത് വേറെ ഒന്നുമല്ല, ഇത് വെള്ളം ഈർപ്പമായിട്ട് ഇരിക്കുന്നത് ഉപ്പിൻ്റെ വെള്ളമാണ്. അതിൽ കുഴപ്പമില്ല. നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വേറൊരു ചട്ടിയിലോട്ട് ആക്കിയ കാരണം എനിക്ക് ഇതേപോലെ നല്ല ഇളക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിലോട്ട് ഒഴിച്ചിട്ടത്. മാങ്ങ അച്ചാർ എപ്പോഴായിരുന്നാലും മൺചട്ടിയിലോ ഭരണിയിലോ കുപ്പി ഗ്ലാസ്സുകളിലുള്ള കുപ്പികളിലോ കണ്ണാടി ഗ്ലാസ് പോലത്തെ കുപ്പികളിലൊക്കെ നിങ്ങൾ മാങ്ങ അച്ചാർ ഇട്ട് വയ്ക്കും. പ്ലാസ്റ്റിക്കിലോ അലുമിനിയത്തിലോ ഒന്നും ഇട്ട് വയ്ക്കേണ്ട. എന്നുവെച്ചാൽ ഉപ്പ് ചേർന്ന സാധനമായതുകൊണ്ട്. അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് സപ്പോർട്ടും ലൈക്കും ഒക്കെ ചെയ്യണം. ഞാൻ സന്തോഷത്തോടുകൂടി നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിചാരത്തോടെ ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. ഇനി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരും. ബൈ മക്കളെ.